Welcome back to my channel English Grammar Teaching and Learning. Today we are going to study the remaining questions related to Julius Caesar in Mark Antony speech or Friends, Romans, Countrymen എന്ന് തുടങ്ങുന്ന ആ ലെസൺ അതിലെ അവശേഷിക്കുന്ന ചോദ്യം അതിനുത്തരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി റെപ്പറ്റേഷൻ ഓഫ് ദി ലൈൻ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ സജസ്റ്റ്? ഇവിടെ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന ഒരു ലൈൻ ആവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദി റിപ്പീറ്റഡ് ഫ്രേസ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെർബൽ ഐറണി. വെർബൽ ഐറണിക്ക് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന ലൈൻ കാണിക്കുന്നത്. വെർബൽ ഐറണി എന്ന് പറയുമ്പോൾ പറയുന്നതിന് വിപരീതമായി തോന്നൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വിരോധാഭാസം, പറയുന്നതിന് വിപരീതമായി ഒരു തോന്നൽ ജനിപ്പിക്കുക. ആൻഡ് റിട്ടോറിക്കൽ മാനിപ്പുലേഷൻ, അതുപോലെ പ്രസംഗ ചാതുര്യം, പ്രസംഗ വൈഭവം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. മാനിപ്പുലേഷൻ മീൻസ് കൃത്രിമത്വം. പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള റിട്ടോറിക്കൽ ഡിവൈസസ് ഉണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ദി സ്റ്റേറ്റ്മെന്റ് സീംസ് ലൈക്ക് ജെനുവിൻ പ്രൈസ്. ആദ്യം കരുതി ഇത് ഒരു ജെനുവിൻ പ്രൈസ് ആണെന്ന് തന്നെ തോന്നി. യഥാർത്ഥത്തിൽ മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ പുകഴ്ത്തുകയാണെന്ന് തന്നെയാണ് ആദ്യം മനസ്സിലാക്കിയത്. ബട്ട് ആന്റണി കണ്ടിന്യൂസ് റിപ്പീറ്റിംഗ് ഇറ്റ്. എന്നാൽ ആന്റണി ഇത് തന്നെ, ഈ ലൈൻ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ, എസ്പെഷ്യലി ആഫ്റ്റർ പ്രസന്റിംഗ് എവിഡൻസ്, Antony continues repeating it especially after presenting evidence that contradicts Brutus's honor. ഇപ്പോൾ ബ്രൂട്ടസിൻ്റെ ആ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് മുഴുവനും പോകത്തക്ക രീതിയിൽ ഉള്ള എവിഡൻസ് ആണ്. അത് എവിഡൻസ് പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ആര് പ്രസംഗിച്ചത്? മാർക്ക് ആന്റണി പ്രസംഗിച്ചത്. That contradicts Brutus's honor. Through repetition, he subtly plans. ഈ ലൈൻ ആവർത്തിക്കുന്നതിലൂടെ സൂക്ഷ്മമായി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഓരോ വാക്കും ആർക്കെതിരെ തിരിച്ചുവിടണം? ബ്രൂട്ടസിനും അതുപോലെ തന്നെ മറ്റ് കോൺസ്പിറേറ്റേഴ്സിനുമെതിരെ തിരിച്ചുവിടണം. പ്ലാൻസ് ഡൗട്ട്സ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ഹിസ് ഓഡിയൻസ്. അവിടെ കൂടിയ ജനങ്ങളെ മുഴുവനും ബ്രൂട്ടസിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചന സംഘത്തിനുമെതിരെ തിരിച്ചുവിടണം. ഇതായിരുന്നു ഓരോ വാക്കും സൂചിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ആന്റണീസ് സ്പീച്ച് റിവീൽ ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ്? ഹൗ ഡസ് ആന്റണീസ് സ്പീച്ച് റിവീൽ? എങ്ങനെയാണ് ആന്റണിയുടെ പ്രസംഗം അല്ലെങ്കിൽ വെളിവാക്കുന്നത്? എന്താണ്? ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ആന്റണിയുടെ സ്പീച്ചിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വെളിവാകുന്നത്? അയാളെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആന്റണി സ്പീച്ച് ഈസ് എ ബ്രില്യൻറ്റ് ഡിസ്പ്ലേ ഓഫ് റിട്ടോറിക്കൽ സ്കിൽ. റിട്ടോറിക്കൽ സ്കില്ലിൻ്റെ ഒരു ബ്രില്യൻറ്റ് ഡിസ്പ്ലേ ആണ് ഈ സ്പീച്ചിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ബ്രില്യൻറ്റ്, വളരെ ബുദ്ധിയുള്ള. റിട്ടോറിക്കൽ സ്കിൽ, പ്രസംഗത്തിലെ ചാതുര്യം, പ്രസംഗ ചാതുര്യം, അതിലുള്ള സാമർഥ്യം വളരെ വ്യക്തമാക്കുന്നു. Revealing both his intelligence and his ability to manipulate emotions for political gain. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം കൃത്രിമത്വം പ്രസംഗത്തിൽ വരുത്തുന്നു, അല്ലെങ്കിൽ he is using different rhetorical devices or tools in his speech. His speech was clever and manipulative. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ബുദ്ധിപരവും അതുപോലെ തന്നെ കൃത്രിമത്വം കലർന്നതുമാണ്. ഇമോഷണൽ ആൻഡ് പാഷനേറ്റ്, ആരിലും വികാരമുണ്ടാക്കുന്ന പ്രസംഗം. പാഷനേറ്റ്, ജനറോസിറ്റി, മഹാമനസ്കത നിറഞ്ഞ, മറ്റുള്ളവരുടെ ശ്രദ്ധ
വളരെ കൂടുതൽ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന രീതിയിൽ സ്ട്രാറ്റജിക് ആൻഡ് പേഷ്യൻറ്റ്, വളരെ ക്ഷമയോടും തന്ത്രപരമായിട്ടുമാണ് അദ്ദേഹം ഓരോ വാക്കും പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. ആൻഡ് പൊളിറ്റിക്കലി അംബീഷ്യസ്, അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ ചില ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലി അംബീഷ്യസ്, ആഗ്രഹം നിറഞ്ഞ അഭിലാഷമുള്ള ആളായിരുന്നു. ഹിസ് പ്രൈമറി എയിം ഈസ് ടു അവെഞ്ച് ആൻഡ് ഓവർത്രോ ദി കോൺസ്പിറേറ്റേഴ്സ്. പ്രാഥമികമായ ലക്ഷ്യം, പ്രസംഗത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രതികാരം തന്നെയാണ്. അതുപോലെ തന്നെ കോൺസ്പിറേറ്റേഴ്സിനെ അവിടെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇമ്പാക്ട് ഡസ് ആന്റണി സ്പീച്ച് ഹാവ് ഓൺ ദി ക്രൗഡ്? ആന്റണിയുടെ പ്രസംഗം ആ ജനക്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ്, ഇമ്പാക്ട് എന്തായിരുന്നു? ആന്റണി സ്പീച്ച് ട്രാൻസ്ഫോംസ് ന്യൂട്രൽ ഒബ്സർവേഴ്സ് ടു റിവോൾട്ട് അഗൻസ്റ്റ് ദി കോൺസ്പിറേറ്റേഴ്സ്. മാർക്കാന്റണിയുടെ പ്രസംഗം അവിടെ കൂടിയ ജനങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി, ട്രാൻസ്ഫോർമേഷൻ. ആന്റണി സ്പീച്ച് ട്രാൻസ്ഫോംസ് ന്യൂട്രൽ ഒബ്സർവേഴ്സ്, വളരെ ശാന്തരായിരുന്ന, വേറൊന്നും ആലോചിക്കാതെ മാർക്കാന്റണിയുടെ മരണം അനിവാര്യമായി എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ബ്രൂട്ടസിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രൂരതയ്ക്ക്, ഗൂഢാലോചന സംഘത്തിൻ്റെയും ക്രൂരതയ്ക്ക് വിധേയമായത് ബ്രൂട്ടസ് വിവരിക്കുകയും ചെയ്തു. ഇതിൽ ശാന്തരായി നിന്ന ജനത്തെ അവരുടെ മനസ്സിൽ വളരെ വിപ്ലവകരമായിട്ടൊരു മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് സാധിച്ചു. അതെങ്ങനെയാണ്? ട്രാൻസ്ഫോംസ് ന്യൂട്രൽ ഒബ്സർവേഴ്സ്, ഒബ്സർവേഴ്സ് ന്യൂട്രൽ ആയിരുന്നു, അവരെ ടു റിവോൾട്ട് അഗൻസ്റ്റ് ദി കോൺസ്പിറേറ്റേഴ്സ്, കോൺസ്പിറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗൂഢാലോചന സംഘത്തിനെതിരായിട്ട് തിരിച്ചുവിട്ടു ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ, ആഭ്യന്തര കലഹവും അതുപോലെ രാജ്യത്ത് അരാജകത്വവും ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കഴിഞ്ഞു. ഹിസ് മാസ്റ്റർഫുൾ യൂസ് ഓഫ് റിട്ടോറിക്കൽ സ്ട്രാറ്റജീസ്, അദ്ദേഹം വളരെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസസ് ആയിട്ടുള്ള റിട്ടോറിക്കൽ സ്കിൽസ്, പ്രസംഗകല അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവിടെ ഉപയോഗിച്ചു. റിട്ടോറിക്കൽ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്? ഐറണി ഉപയോഗിച്ചു, അതുപോലെ ഐറണി, ഇമോഷണൽ അപ്പീൽ, ആളുകളിൽ വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ, റെപ്പറ്റീഷൻ, മെറ്റഫർ, അലിട്രേഷൻ, ഹൈപ്പർബോള, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമേജറി ആൻഡ് ഡ്രമാറ്റിക് പോസസ്. ആ പ്രസംഗത്തിൻ്റെ തുടക്കം പോലും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇൻട്രൊഡക്ഷൻ തന്നെ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ഐ വാണ്ട് യുവർ ഇയേഴ്സ്, നിങ്ങളുടെ, അതായത് പ്ലീസ് ലിസൺ ഹിയർ ഓർ ലിസൺ ടു മീ, മൈ സ്പീച്ച്. അപ്പോൾ അതുപോലും വളരെ പോസിറ്റ്, വളരെ നാടകീയമായി തന്നെയാണ് ആ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആളുകളിൽ ഇത്തരത്തിലുള്ള റെട്ടോറിക് ഡിവൈസസ് ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ഗ്രാജുവലി ആൻഡ് ഡ്രാമാറ്റിക് പ്രോസസ് ഗ്രാജുവലി ഷിഫ്റ്റ്സ് ദെയർ പെർസ്പെക്റ്റീവ്, മേക്കിംഗ് ദം ഡൗട്ട് ബ്രൂട്ടസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ സീസേഴ്സ് അസാസിനേഷൻ. സീസറിന്റെ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ബ്രൂട്ടസിന്റെ ജസ്റ്റിഫിക്കേഷന് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരു ഡൗട്ട്, അതിൽ വെള്ളം ചേർക്കുകയായിരുന്നു ഈ പ്രസംഗത്തിലൂടെ. അങ്ങനെ മൊത്തത്തിൽ രാജ്യത്ത് ഒരു അരാജകത്വം അല്ലെങ്കിൽ ആഭ്യന്തര സമരത്തിലേക്ക് തിരിച്ചുവിടുവാൻ ആന്റണിയുടെ പ്രസംഗം ഉപകരിച്ചു. അപ്പോൾ ആന്റണി സ്പീച്ച് ട്രാൻസ്ഫോംസ് ന്യൂട്രൽ ഒബ്സർവേഴ്സ് ടു റിവോൾട്ട് അഗൻസ്റ്റ് ദി കോൺസ്പിറേറ്റേഴ്സ്. ഹിസ് മാസ്റ്റർഫുൾ യൂസ് ഓഫ് rhetorical strategies like irony, emotional appeal, repetition, metaphor, alliteration, hyperbola, rhetorical questions, imagery and dramatic pause gradually shifts their perspective, making them doubt Brutus' justification for Caesar's assassination. Next, last question from this lesson. What are the literary devices Mark Antony used in his speech?
വാട്ട് ആർ ദി ലിറ്റററി ഡിവൈസസ് മാർക്ക് ആന്റണി യൂസ്ഡ് ഇൻ ഹിസ് സ്പീച്ച്? മാർക്ക് ആന്റണി തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചുള്ള ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്? ഫോളോയിങ് ആർ സം ഓഫ് ദി മോസ്റ്റ് നോട്ടബിൾ ലിറ്ററൽ ഡിവൈസസ്. താഴെ പറയുന്ന ഒരുപാട് ഡിവൈസസ്, അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന കുറേ ഡിവൈസ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഫോളോയിങ് ആർ സം ഓഫ് ദി മോസ്റ്റ് നോട്ടബിൾ, വളരെ ശ്രദ്ധനീയമായിട്ടുള്ള ചില ലിറ്ററൽ ഡിവൈസസ്. നമ്പർ 1 വെർബൽ ഐറണി, നമ്പർ 2 പാരാലിപ്സിസ്, തേർഡ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഒരുപാട് ലിറ്ററൽ ഡിവൈസസ് അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിൽ കുറച്ച് പ്രധാനപ്പെട്ടതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെർബൽ ഐറണി. ആന്റണി റിപ്പീറ്റഡ്ലി കാൾസ് ബ്രൂട്ടസ് ആൻഡ് ദി കോൺസ്പിറേറ്റേഴ്സ് ഓണറബിൾ മെൻ. ആവർത്തിച്ച് അദ്ദേഹം ഓണറബിൾ മെൻ എന്ന് ബ്രൂട്ടസിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ജൂലിയസ് സീസറിനെ വധിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഗൂഢസംഘത്തിലെയും ആളുകളെ അങ്ങനെ സംബോധന ചെയ്യുന്നു, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ദെൻ ബി പാരാലിപ്സിസ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് വേറെ കാര്യം പറയുക. ഐ ആം നോട്ട് ഹിയർ ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് എന്താണോ സംസാരിച്ചത് അത് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല, തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. ഐ കം ടു ബറി സീസർ, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂണറൽ സെറിമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വെളിവാക്കുന്ന ഐ ആം നോട്ട് ഹിയർ ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്കെ, അങ്ങനെ പറയുകയും യഥാർത്ഥത്തിൽ ബ്രൂട്ടസ് ചെയ്തികളെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു റിട്ടോറിക്കൽ ഡിവൈസ് ആണ് പാരാലിപ്സിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിവൈസ് ഏതാ? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. യു ആൾ ഡിഡ് ലവ് ഹിം വൺസ്. ഒരിക്കൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു. നോട്ട് വിത്തൗട്ട് കാസ്, കാരണം ഒന്നുമില്ലാതെ തന്നെ. വാട്ട് കാസ് വിത്ത് ഹോൾഡ്സ് യു. പിന്നെ ഇൻ ഓർഡർ ടു പ്രൈസ് ഹിം ഓർ മോൺ ഫോർ ഹിം. അദ്ദേഹത്തെ എന്തുകൊണ്ട് നിങ്ങൾ വിലപിക്കുന്നില്ല? ഒരിക്കൽ നിങ്ങൾ യു ആൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കാസ്, ഒരു കാരണവും കൂടാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ച അവസരത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വിലപിക്കുന്നില്ല? അതെന്തുകൊണ്ടാണ് മറച്ചു വെക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം അടുത്ത റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഉന്നയിച്ചിരിക്കുന്നത്. വാട്ട് കാസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാത്തത്? ദെൻ നെക്സ്റ്റ് വൺ ഇമേജറി. ആന്റണി വിവിഡ്ലി ഡിസ്ക്രൈബ്സ് സീസേഴ്സ് വൂണ്ട്സ് കാളിംഗ് ദം ഡം മൗത്ത് ദാറ്റ് ബെഗ് ഫോർ ജസ്റ്റിസ്. അപ്പം നീതിക്ക് വേണ്ടി പോരടിക്കുന്ന അദ്ദേഹം അവിടെ മിണ്ടാൻ കഴിയുന്നില്ല. ഡംപ് മൗത്ത് നിർദ്ദേശിക്കുന്നതാണ് ഊമയായ, ആ വാതുറക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദാറ്റ് ബെഗ് ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി യാചിക്കുകയാണെന്ന് തോന്നും. ദെൻ ഹൈപ്പർബോള. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കഫിൻ there with Caesar and I must pause till it come back to me. ഞാനിപ്പോൾ എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആരോടൊപ്പം ആണ്? ആ കഫിനിൽ സീസറോടൊപ്പമാണ്. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കഫിൻ there with Caesar and I must pause till it come back to me. അപ്പോൾ അത് ഇനി എന്നിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനും പോയിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തോടൊപ്പം ആക്ച്വലി ബറി ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിന് തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതുവരെ എന്ത് ചെയ്യുന്നു? ഐ മസ്റ്റ് പാസ്, എനിക്ക് ഗ്യാപ്പ് വേണം. ദീസ് ആർ ദി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഓഫ് ലെസൺ 3. ഈ ചോദ്യം അതുപോലെ ഈ ലെസണും ഇതിലെ ചോദ്യ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.